ആദ്യം ഓടിയെത്തുന്നത് മാവേലിയും പൂക്കളവും ഓണസദ്യയും ഒക്കെയാണ്. ഇത്തരത്തിൽ വളരെ പകിട്ടോടെ മലയാളികൾ ആഘോഷിക്കുന്ന ഓണം എന്നു മുതലാണ് ആഘോഷിക്കാൻ തുടങ്ങിയത്? എന്താണ് ഇതിനു പിന്നിലെ ഐതിഹ്യവും ചരിത്രവും? നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഐതിഹ്യത്തെ കുറിച്ചറിയാം. മാവേലി എന്നും ഓണത്തപ്പൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന മഹാബലി കേരള ചരിത്രത്തിലെ ഏറ്റവും നീതിമാനായ ഭരണാധികാരിയായിരുന്നു. ദാനശീലത്തിന് പേര് കേട്ട മാവേലിയുടെ നാട് മലയാളക്കരയുടെ സുവർണ കാലഘട്ടമായിരുന്നു. ജാതിയുടെയും മതത്തിന്റെയും സമ്പത്തിന്റെയും പേരിൽ യാതൊരു വിവേചനവുമില്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ പ്രജകളെയെല്ലാം അദ്ദേഹം ഒരുപോലെയായിരുന്നു കണ്ടിരുന്നത്. കള്ളവും ചതിയും വഞ്ചനയും മോഷണവും ഒന്നുമില്ലാതിരുന്നതിനാൽ പുറത്തു പോകുമ്പോൾ വീടടയ്ക്കുന്ന സമ്പ്രദായം പോലും ഇല്ലാതായി. ജനങ്ങൾ ദേവന്മാരെ ആരാധിക്കുന്നത് പോലും കുറഞ്ഞു. വിഷ്ണുഭക്തനായ പ്രഹ്ലാദന്റെ മകൻ വിരോചനന്റെ പുത്രനായിരുന്നു മഹാബലി. അസുര രാജാവായിരുന്നിട്ടും നീതിമാനായ മഹാബലിയുടെ കീർത്തി എല്ലാ നാടുകളിലും വളർന്നു. അസുര ഗുരുവായ ശുക്രാചാര്യയുടെ നിർദ്ദേശപ്രകാരം ദേവലോകം ആക്രമിക്കാൻ പോലും മഹാബലി തീരുമാനിച്ചു. ഈ പ്രതിസന്ധിയിൽ ദേവലോകം നഷ്ടപ്പെടുമെന്ന് പോലും ദേവന്മാർ ഭയപ്പെട്ടു. മഹാബലിയുടെ വളർച്ച തടയാനുള്ള പദ്ധതികൾ ദേവന്മാർ ആസൂത്രണം ചെയ്തു. അങ്ങനെ ദേവന്മാരുടെ മാതാവായ അതിഥി മഹാബലി ആരാധിച്ചിരുന്ന മഹാവിഷ്ണുവിനെ തപസ് അനുഷ്ഠിക്കുകയും മഹാബലിയുടെ വളർച്ച തടയാനുള്ള സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. മഹാമനസ്കനും ദാനശീലനുമായിരുന്ന മഹാബലി ബ്രാഹ്മണർ എന്താവശ്യപ്പെട്ടാലും നൽകുമെന്നറിയാമായിരുന്ന മഹാവിഷ്ണു തന്റെ 5ാമത്തെ അവതാരമായ വാമനൻ എന്ന ഒരു ചെറിയ ബ്രാഹ്മണനായി മഹാബലിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഭിക്ഷയാചിച്ചു. മഹാബലി ഭിക്ഷജിത്ത് എന്ന യാഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇത്. യാഗത്തിനിടയിലെത്തിയ ദരിദ്ര ബ്രാഹ്മണനായ വാമനനോട് ദാനമായി എന്താണ് വേണ്ടതെന്ന് മഹാബലി ചോദിച്ചു. തനിക്ക് 3 കാൽപാദം കൊണ്ട് അളക്കാവുന്ന ഭൂമി മാത്രം മതി എന്നതായിരുന്നു വാമനന്റെ മറുപടി. ഇതിന് മഹാബലിക്ക് അല്പം ആശ്ചര്യം തോന്നിയെങ്കിലും അദ്ദേഹം അത് അംഗീകരിച്ചു. എന്നാൽ വാമനൻ സാധാരണ വ്യക്തി അല്ല എന്ന് മനസ്സിലാക്കിയ അസുര ഗുരുവായ ശുക്രാചാര്യൻ വാമനന് ഭൂമി ദാനം ചെയ്യുന്നതിൽ നിന്നും മഹാബലിയെ വിലക്കി. എന്നാൽ കൊടുത്ത വാക്കിന് അത്രമേൽ വില കൽപ്പിച്ച മഹാബലി ശുക്രാചാര്യരുടെ മുന്നറിയിപ്പ് ലംഘിച്ച ഭൂമി എടുത്തുകൊള്ളാൻ വാമനനോട് പറഞ്ഞു. അപകടം ഉറപ്പിച്ച ശുക്രാചാര്യർ ബ്രാഹ്മണന്റെ കാല് കഴുകുന്നതിനുള്ള കിണ്ടിയുടെ വായിൽ ഒരു തവളയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജലം പുറത്തു വരാതിരിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഇത് മനസ്സിലാക്കിയ വാമനൻ ഒരു ദർഭമുല കൊണ്ട് കിണ്ടിയുടെ വായ് ഭാഗത്ത് കുത്തുകയും അങ്ങനെ ശുക്രാചാര്യരുടെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടതായ ഒരു കഥയുണ്ട്. മഹാബലി വാക്ക് നൽകിയതോടെ വാമനന്റെ ശരീരം പ്രപഞ്ചത്തോളം വലുതാവുകയും ആദ്യത്തെ കാലടിക്ക് ഭൂമിയും 2ാമത്തെ കാലടിക്ക് ആകാശവും വളർന്നെടുത്തു. 3ാമത്തെ കാലടി വയ്ക്കാനുള്ള സ്ഥാനമേത് എന്ന വാമനന്റെ ചോദ്യത്തിന് മഹാബലി അവസാനത്തിന്റെ ശിരസ് മുറിച്ചു കൊടുക്കുകയും വാമനൻ അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുകയും ചെയ്തു. ഇത്തരത്തിൽ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ മഹാബലിക്ക് വർഷത്തിൽ ഒരു ദിവസം തിരുവോണം നാളിൽ തന്റെ പ്രജകളെ കാണാൻ ഭഗവാൻ അനുമതി നൽകുകയും ചെയ്തു. ഇത്രയുമാണ് ഓണത്തിന്റെ ഐതിഹ്യങ്ങൾ. ഇനി നമുക്ക് ഓണത്തിന്റെ ചരിത്ര വസ്തുതകൾ എന്താണെന്നറിയാം. കാലങ്ങളായി മലയാളികൾ ഓണം ആഘോഷിക്കുന്നത് ഐതിഹ്യ കഥകളിലൂടെയാണെങ്കിലും ഇതൊരു വിളവെടുപ്പ് അല്ലെങ്കിൽ വ്യാപാരോത്സവമാണെന്നാണ് ചരിത്രകാരന്മാരുടെ അഭിപ്രായം. കാരണം പണ്ട് കാലത്ത് കേരളത്തിലെ പ്രധാന വരുമാന മാർഗം കൃഷിയായിരുന്നു. സാധാരണ ജനങ്ങളുടെ എല്ലാം കയ്യിൽ പണമെത്തുന്നത് വിളവെടുപ്പ് കഴിഞ്ഞിട്ടുള്ള ഈ സമയത്താണ്. ചിങ്ങമാസത്തിലായിരുന്നു ഈ വിളവെടുപ്പ്. അതിനു മുമ്പ് ഇടവമാസം മുതൽ കർക്കിടക മാസം അവസാനിക്കുന്നത് വരെ മഴയും വെള്ളവും കാരണം സാധാരണ കർഷകരെല്ലാം ദുരിതത്തിലായിരിക്കും. കർക്കിടക മാസത്തിലെ ദുരിതത്തിന് ശേഷം മഴയും വെള്ളവുമെല്ലാം മാറി ആകാശം തെളിഞ്ഞു വരുന്ന സമയത്താണ് ഇവരുടെ പ്രധാന ആഘോഷങ്ങളും വ്യാപാരങ്ങളുമെല്ലാം. ഏതാണ്ട് ഇതേ സമയത്താണ് കാറ്റും മഴയും കാരണം സഞ്ചാരം ദുഷ്കരമായതിനാലും ഈർപ്പം മൂലം കുരുമുളക് നശിച്ചു പോകുമെന്നതിനാലും മറ്റു പ്രദേശങ്ങളിൽ നങ്കൂരം വിട്ടിരിക്കുന്ന ചരക്കു കപ്പലുകൾ സുഗന്ധദ്രവ്യ വ്യാപാരത്തിനായി കേരളത്തിൽ എത്തുന്നതും. ഇങ്ങനെ സ്വർണം കൊണ്ടുവരുന്ന മാസത്തെ പൊന്നിൻ ചിങ്ങമെന്നും ഓണത്തെ പൊന്നോണമെന്നും വിളിക്കാൻ തുടങ്ങി. ഈ കാരണങ്ങളാലാണ് ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ മലയാളികൾ ഓണം ആഘോഷിക്കാൻ തുടങ്ങിയെന്നാണ് ചരിത്രകാരന്മാരുടെ അഭിപ്രായം. എന്തൊക്കെ ചരിത്രങ്ങളുണ്ടായാലും നമ്മൾ മലയാളികൾ ഇപ്പോഴും വാമനന്റെയും മഹാബലി തമ്പുരാന്റെയും ഐതിഹ്യത്തിൽ വിശ്വസിച്ചു വരുന്നവരാണ്. മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്ന വരികൾ ജാതിമത ഭേദമന്യേ ഓണം നമ്മുടെ സ്വന്തം ആഘോഷമാണെന്ന് ഊട്ടിയുറപ്പിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി, നമസ്കാരം.